കിതാബു തൗഹീദ് എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെ ഇബ്നു തൈമിയ്യയുടെ ആശയം കൊണ്ടുവന്ന് അതൊരു ആശയമാക്കി തൗഹീദ് ഒരു പുതിയ പാഠമാക്കി അവതരിപ്പിച്ചയാളാണ് വഹാബിസം എന്ന് ഈ ഇസത്തെ പേര് ചേർത്ത് വിളിക്കുന്നതിന് ഇടയാക്കിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന സഊദി മനുഷ്യൻ. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കിതാബു തൗഹീദ് ഉണ്ടാക്കിയിട്ട് തന്റെ സിദ്ധാന്തം കൊണ്ട് നടന്നതിന്റെ പേരിലാണ് ഈ ആശയമടങ്ങുന്നതിന് വഹാബിസം എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, മുഹമ്മദിസം എന്നാ പറയേണ്ടത്. പക്ഷെ മുഹമ്മദിസം എന്നത് റസൂലുള്ളാഹിന്റെ ഇസത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും വിശേഷിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ അബ്ദുൽ വഹാബ് എന്ന തന്റെ പിതാവിന്റെ പേരിലെ വഹാബിനെ പിടിച്ചിട്ട് വഹാബിസം, വഹാബിന്റെ മകൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം, ഈ ആശയം ഒരു ഇസമാക്കി കൊണ്ടുവന്നതായി പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിൽ ഖബറിനെ പൂജിക്കുക എന്ന് പറയുന്നത് ശിർക്കാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ്. അദ്ദേഹം പറയുന്നത് ബാബു മാ ജാഅ അന്നൽ ഉലുവ ഫീ ഖുബൂരി സ്വാലിഹീൻ യുസയ്യിറുഹാ ഔസാനൻ തുഅബദു. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ ഖബറിന്റെ അകത്ത് അതിരുകൾ ലംഘിച്ചുകൊണ്ടിരുന്നാൽ അത് ചിലപ്പോ വസനുകളാക്കലും ഇബാദത്താക്കലും വരും, പൂജിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കലും വരും എന്ന് അധ്യായത്തിന് പേരിട്ടിട്ട് അദ്ദേഹം പറയുന്നു. റവാ മാലിക്കും ഫിൽ മുവത്തൈ, ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ നീ വസനൻ യുഅബദ്, പൂജിക്കപ്പെടുന്ന വിഗ്രഹമാക്കിയിട്ട് മഅബൂദാക്കരുതേ, ഇലാഹാക്കരുതേ, എന്റെ ഖബറിനെ ഇലാഹാക്കരുതേ, എന്റെ ഖബറിനെ പൂജിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് നബി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കൊണ്ട് മനസ്സിലാക്കാം ഖബറിങ്കൽ പോയി അതിരു കവിഞ്ഞുകൊണ്ട് നടത്തുന്ന കർമ്മങ്ങളൊക്കെ ഖബർ പൂജയാകുന്നു ഇബ്നു അബ്ദുൽ വഹാബ് സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, ഒന്നും അദ്ദേഹം സ്ഥാപിക്കുന്നത് പറയൂല, നമ്പറിട്ട് നമ്മളെ ചില ആൾ ദൈവങ്ങളിൽപ്പെട്ട ചിലർക്കുണ്ടല്ലോ മുറിഞ്ഞ വാക്കുകൾ, ഇതുപോലത്തെ മുറിഞ്ഞ വാക്കുകളാണ് ഇദ്ദേഹത്തിന്റെ വാക്ക്. ഈ തരത്തിൽ കൂട്ടിച്ചേർക്കാതെ ഒന്ന് രണ്ടെണ്ണം പറയും. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹദീസ് കൊണ്ട് കിട്ടുന്നു ഖബറിനെ പൂജിച്ചാൽ അത് ഇലാഹാക്കലാകും. ഈ ഹദീസ് മതിയല്ലോ. അപ്പൊ ഈ ഹദീസ് അവരുടെ അടുക്കൽ സ്വഹീഹ, ഇമാം മാലിക് മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസുമാണ്. ഈ ഹദീസിനെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ വക്താവായി അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് ശിഷ്യന്മാരിൽ നിന്ന് പിൻഗാമിയായി ലഭിച്ചിട്ടുള്ള ഇബ്നു ഖയ്യിം ഈ ഹദീസിനെ അധികരിച്ചു പറയുന്നു, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി ഹത്താ വദത് അർജാഉഹു ബിദുആഇഹി ഫീ ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രാർത്ഥന റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു, നബിയുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഉത്തരം നൽകിയിരിക്കുന്നു. വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, അതുകൊണ്ട് തന്നെയാകണം 3 മതിൽക്കെട്ടുകൾക്കകത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറുള്ളത്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഹത്താ വദത് അർജാഉഹു ബിദുആഇഹി ഫീ ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി. ഖബറു മാത്രമല്ല, ആ ഖബറിന്റെ പാർശ്വങ്ങൾ പോലും ഇസ്ലാമിന്റെ ഇസ്സത്തിലും കാവലിലും ശിർക്കിനെ തൊട്ടുള്ള സുരക്ഷയിലുമാണ്. അതുകൊണ്ടാണ് 3 ചുവരുകൾക്കും അതിരുകൾക്കുള്ളിലായി പോയത് ഈ ഖബർ. അങ്ങനെ അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നുവെന്ന് ആര് പറയുന്നു? ഹാഫിദ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിം പറയുന്ന 3 ചുവര് ഇബ്നുൽ ഖയ്യിമിന്റെ കാലത്ത് കാണുന്ന ചുവരാ. ഇബ്നുൽ ഖയ്യിമിന്റെ കാലത്ത് കാണുന്ന ആ ചുവരിന്റെ കാലത്ത് മാത്രമല്ല ഉത്തരം നൽകിയത്. അല്ലാഹു ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ് എന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഉത്തരം നൽകിയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം പറയുന്നത് 3 മതിൽക്കെട്ടുകൾക്കകത്ത് ഈ ഖബർ വന്നപ്പോ അല്ലാഹു ഉത്തരം ചെയ്തിരിക്കുന്നു. അതിന്റെ മുമ്പൊക്കെ ശിർക്കേനു എന്നുള്ള മാതിരിയാ അല്ല. ഇബ്നുൽ ഖയ്യിം കാണുന്ന കാലത്തും ഇബ്നു തൈമിയ്യ കാണുന്ന കാലത്തും 3 ചുവരുകൾക്കുള്ളിലാണ് ഈ ഖബറെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ മറമാടിയതിന്റെ 3-ാം നാളിൽ അയറാബിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഖബറിന്റെ മേൽ വീണ് കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആവലാതിപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇസ്തിശ്ഫാ നടത്തി.
എന്നിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് പാപം പൊറുക്കപ്പെട്ടു എന്ന് വിളിയാളം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ചുവരുകളില്ല, മതിൽക്കെട്ടുകൾക്കുള്ളിൽ കാത്തിട്ടില്ല. ഖബറിന്റെ അകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കാമായിരുന്നു, ഖബറിന്മേൽ വീണ് കിടക്കാമായിരുന്നു. അന്നും ഉത്തരം നൽകിയിട്ടുണ്ട്, ഇന്നും ഉത്തരം നൽകിയിട്ടുണ്ട്. അന്നു മുതൽ ഇന്നുവരെ യാ റസൂലല്ലാഹ്, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എന്റെ പാപങ്ങൾ ദോഷങ്ങൾ പറയാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ പോയി, ഹുജറയുടെ മുമ്പിൽ പോയി 3 മതിൽക്കെട്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നാണെങ്കിലും ആ ഖബറിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സിയാറത്തുൽ ഖബർ എന്ന പേരിൽ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്തിന്റെ വേളയിൽ ഇസ്തിശ്ഫാ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇബാദത്തുൽ ഖബറല്ല, ഇബാദത്തുൽ ഖബറല്ല, ഇബാദത്തുൽ വസനല്ല. പൂജിക്കപ്പെടുന്ന ഖബറായി, വിഗ്രഹമായി റസൂലുള്ളാഹിന്റെ ഖബർ മാറിയിട്ടില്ല എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ ബോധ്യപ്പെടും. അന്ന് മുതൽ ഇന്ന് വരെ തങ്ങളുടെ ഖബറിങ്കൽ നടക്കുന്ന ഈ ആവലാതിയും സങ്കടപ്പെടലും പോലെയല്ലാതെ മമ്പുറത്ത് ഞങ്ങൾ ഇസ്തിശ്ഫാ നടത്തുന്നില്ല, ഉള്ളാളത്ത് ഞങ്ങൾ ഇസ്തിശ്ഫാ നടത്തുന്നില്ല, ഏർവാടിയിൽ മുസ്ലിമീങ്ങൾ ഇസ്തിശ്ഫാ നടത്തുന്നില്ല, നാഗൂരിൽ മുസ്ലിമീങ്ങൾ ഇസ്തിശ്ഫാ നടത്തുന്നില്ല. മുവഹിദീങ്ങളൊക്കെയും ഏതെങ്കിലും പുണ്യവാളന്മാരുടെ ഖബറിങ്കൽ ചെന്നാൽ അവരോട് ആവലാതി പറഞ്ഞ്, അവരോട് സങ്കടം പറഞ്ഞ്, അവരോട് ഇസ്തിശ്ഫാ നടത്തുന്ന പ്രവർത്തനം മാത്രമാണ് നടത്തുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഖബറുകളുടെ മുമ്പിൽ ചിലപ്പോൾ ഹിന്ദുക്കൾ പോകും, ക്രിസ്ത്യാനികൾ പോകും. ബഹുജന മതേതര രാജ്യത്ത് ബഹുജനങ്ങൾ ഒന്നിച്ചു പോകും. ആ ബഹുവചനങ്ങളിൽ സുജൂദ് ചെയ്യുന്നവർ കാണും, പൊട്ടുതൊട്ടവർ കാണും, അമുസ്ലിം ആചാരം നടത്തുന്നവർ കാണും, അവിടെ വേണ്ടാത്തത് ചെയ്യുന്നവർ കാണും. മുവഹിദീങ്ങളായ ആളുകൾ ഖബറിന്റെ അകത്ത് പോയിട്ട് ഇന്നും ദുആ നടത്തുമ്പോൾ ആ മഹാത്മാക്കളെ ഇടയാളരാക്കി, മഹാത്മാക്കളോട് സങ്കടം പറഞ്ഞ്, മഹാത്മാക്കളോട് ആവലാതി പറഞ്ഞ് അവരുടെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയല്ലാതെ, അപേക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും നടത്താറില്ല. ഇതാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത വസനുൻ യുഅബദാക്കരുതേ എന്ന ദുആന്റെ ഉത്തരവെങ്കിൽ അത് ശിർക്കല്ല എന്ന് വന്നില്ലേ? നബിന്റെ ഖബറിങ്കൽ നടക്കുന്നതൊന്നും ശിർക്കല്ല എന്ന് വന്നില്ലേ? 3 മതിൽക്കെട്ട് കൊണ്ട് കാട്ടാലും ആ 3 മതിൽക്കെട്ടിന് ഇപ്പുറം നടക്കുന്ന ഒന്നും ശിർക്കല്ല എന്ന് വന്നില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ? എങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഹദറത്തിൽ വെച്ച് നടക്കുന്ന ഇസ്തിശ്ഫാഇന്റെ വാക്യങ്ങളും അലമുറയിട്ടുള്ള കരച്ചിലുകളും നബിയോടുള്ള അപേക്ഷകളും ഒന്നും അവിടത്തേക്കുള്ള ഇബാദത്തല്ല, ഖബറിലുള്ള പൂജയല്ല, നബിക്കുള്ള ഇബാദത്തല്ല. അതവിടെ നടക്കുകയുമില്ല, നടന്നിട്ടുമില്ല. അള്ളാഹു തആല നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടു.